രാഹുൽ ഗാന്ധി കുറേയേറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതായത് ഈ പറഞ്ഞതുപോലെ കള്ള വോട്ട്, ഇരട്ട വോട്ട്, അതോടൊപ്പം മരിച്ചവരുടെ വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് കൊടുത്തിരിക്കുന്നു, വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിന് മറുപടി നൽകാതെ മുങ്ങിയിരിക്കുകയാണ്. എന്താണ് സംഭവം? അതായത് കർണാടകയിലെ മഹാദേവ മണ്ഡലത്തിലെയാണ് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ഉന്നയിക്കുന്ന മണ്ഡലം. അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ കുറേ തെറ്റുകളുണ്ട്. രാഹുൽ ഗാന്ധി 7 നിയോജക മണ്ഡലം എന്നാണ് പറഞ്ഞത്, അല്ല 8 നിയോജക മണ്ഡലമുണ്ട്. 8 നിയോജക മണ്ഡലത്തിൽ 4 നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് ഭൂരിപക്ഷവും 4 നിയോജക മണ്ഡലത്തിൽ BJPക്ക് ഭൂരിപക്ഷവും. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് 7 മണ്ഡലം അതിൽ 6 കോൺഗ്രസിനായിരുന്നു, 1 BJPക്ക് ഭൂരിപക്ഷം എന്നാണ്. അതും 1,00,000-ലധികം ഭൂരിപക്ഷം വന്നു എന്നൊക്കെ പറഞ്ഞു. അതിൽ അടിസ്ഥാനപരമായി തെറ്റുണ്ട്. 4 ആയിരുന്നു, 8 ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചു, അല്ല അതിൻ്റെ ആരോപണങ്ങൾക്കുള്ള അടിസ്ഥാന രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലാകും. ആ തെറ്റ് അവിടെ നിൽക്കുമ്പോൾ തന്നെ ആരോപണത്തിൽ മറ്റു ചില കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. അതായത് ആ വിലാസത്തിലുള്ളവരല്ലാതെ തിരിച്ചറിയൽ രേഖയുണ്ടാക്കി വോട്ടേഴ്സ് പേര് ചേർത്തു എന്ന് പറയുന്നു. അത് ഒരുപാട് പേരുടെ വോട്ടർ ID കാർഡിൻ്റെ രേഖകൾ, അതായത് ആധാർ പോലെയുള്ള രേഖകൾ കാണിച്ചപ്പോൾ അതിൽ വീട്ടഡ്രസ്സ് കൊടുത്തിട്ടില്ല, വീട്ടു നമ്പർ കൊടുത്തിട്ടില്ല, പേര് മാത്രം കൊടുത്തു, ഫോട്ടോയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്തോ ചിലത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് BJP സ്ഥാനാർത്ഥി ജയിച്ചു എന്നല്ല, അത് 10 പേരായാലും കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് ചേർത്തിട്ടുണ്ടോ, ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന ആധാർ രേഖകൾ എന്ന് പറഞ്ഞ് ഇവർ കൊടുത്ത് സമർപ്പിച്ച് അല്ലെങ്കിൽ ലോക്സഭയിൽ ഉയർത്തിക്കാട്ടിയത് അത് ആരുണ്ടാക്കിയതാണ്? അത് BJP ഉണ്ടാക്കിയതാണോ, അതല്ലെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കിയതാണോ? ആരോപണങ്ങൾ വ്യാജമാണോ? ഇതെന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ട് ഈ രേഖകൾ സമർപ്പിക്കാത്തത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഈ വിവരങ്ങൾ തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പറയും തെറ്റാണെന്ന്? കാരണം ഈ കള്ള വോട്ടർ പട്ടികയിൽ ആളെ ചേർത്തു എന്ന് പറയുന്നതാണ് അവർ മിണ്ടാതിരിക്കുന്നത്. മറ്റേ ആരോപണം ഞാൻ പറയുന്നത് രേഖകൾ സമർപ്പിക്കുമ്പോഴാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത്. ആദ്യം തന്നെ അവർ തെറ്റാണെന്ന് പറയണ്ടല്ലോ. പിന്നെ ഇവർ പരാതി സമർപ്പിക്കാത്തതിന് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള പരാതിയാണ്, അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ? അതിന് സുതാര്യത ഉണ്ടാവില്ല, അതിന് നീതി ഉണ്ടാവില്ല എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അതിനും ചിലപ്പോൾ യാഥാർത്ഥ്യം ഉണ്ടാകും. ഇവരിനി കോടതിയിലേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. കോടതിയിലേക്ക് പോകുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കൂടെ വിളിച്ചു വരുത്തി ഈ രേഖകൾ പരിശോധിച്ചായിരിക്കും അതിൻ്റെ ഒരു അന്തിമ വിധി ഉണ്ടാകും. അതിന് കാലതാമസം എടുക്കും. എന്തായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം അത് പലരും ഏറ്റെടുത്തിരിക്കും. ചുമ്മാതല്ല BJP അധികാരത്തിൽ വരുന്നത് എന്ന് വീണ്ടും പറഞ്ഞു തുടങ്ങി. കുറേ കാലം നമ്മുടെ വോട്ടിംഗ് മെഷീനെ കുറിച്ചായിരുന്നു. വോട്ടിംഗ് മെഷീൻ കുഴപ്പമാണ്, അത് ആർക്ക് വോട്ട് ചെയ്താലും BJPയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്, അതിൻ്റെ ആരോപണങ്ങൾ അവസാനിച്ചിരിക്കും. അതിപ്പോൾ ആരും പറയുന്നില്ല. ഇത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. കേട്ട് കാണും, വിനോദ് കേട്ട് കാണും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരമായി ഉണ്ടായിരുന്നു. ഈ വോട്ടിംഗ് മെഷീനിലെ കൃത്രിമത്വം കൊണ്ടാണ് BJP അധികാരത്തിലെത്തുന്നത് എന്ന് നിരന്തരമായി പറയുന്നില്ലായിരുന്നു. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജയിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുചോദ്യം ഉണ്ടായിരുന്നത്, കുറച്ചെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ, അതിനുവേണ്ടി അവിടെ കൃത്രിമം കാണിക്കുന്നില്ല. കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? കേരളം എങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിൽ BJPക്ക് അധികാരത്തിൽ വന്നുകൂടെ എങ്കിൽ പിന്നെ കേരളത്തിൽ എന്താ BJP ജയിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലേക്ക് അങ്ങനെ കൃത്രിമം നടത്തുന്ന വോട്ടിംഗ് മെഷീൻ കൊണ്ടുവരുന്നില്ല എന്നൊക്കെയാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ കൃത്രിമത്വത്തെക്കുറിച്ച് പറഞ്ഞ ചില വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല വിശ്വസിച്ച് പോയിട്ടുണ്ട്, ചിലപ്പോൾ ഇതിൽ കൃത്രിമം ഉണ്ടായേക്കാം. പക്ഷേ ഇതുവരെ ഒരു കോടതിക്കോ മറ്റ് ഒരാൾക്കുമോ അതിൻ്റെ കൃത്രിമത്വം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്ക് അറിയില്ല. ആ യാഥാർത്ഥ്യം കോടതിയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ ഒക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. എനിക്ക് വളരെ സംശയമുള്ളത് ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നിട്ടുണ്ടാവും. അതെല്ലാ സ്ഥലത്തും നടക്കുന്നതാണ്, ഇന്ത്യയിൽ മൊത്തം, കേരളത്തിൽ വരെ. ഇപ്പോൾ ഇവിടെ CPM
ഒരുപാട് കൃത്രിമത്വം നടത്താറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കാഞ്ഞങ്ങാടുള്ള എൻ്റെ ഒരു സുഹൃത്ത് അല്ല എറണാകുളത്തായിരുന്നു. അപ്പോൾ എന്നോട് പറയുകയാണ്, ഇലക്ഷൻ നടന്നപ്പോൾ ഇയാൾ വിളിച്ചു ചോദിച്ചു എങ്ങനെ നിൽക്കുന്നു, എൻ്റെ വോട്ടിൻ്റെ കാര്യം എനിക്ക് വരാൻ പറ്റിയില്ല, ചേട്ടൻ്റെയൊക്കെ വോട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞു എന്ന്. CPM-ൻ്റെ പാർട്ടി ഗ്രാമമാണ്, അതൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു അത്രേ എന്ന് പറയുന്ന സംവിധാനങ്ങൾ നിലവിലുണ്ട്. അപ്പം ഇത് ഇന്ത്യ മൊത്തമുണ്ട്. നമ്മൾ ജനാധിപത്യത്തിൻ്റെ വലിയ കോട്ടയാണ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം കൃത്രിമങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കും. അത് പലപ്പോഴും ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവർക്കാണ്. അധികാരത്തിൽ നിലവിലിരിക്കുന്നവർക്ക് പല കൃത്രിമത്വങ്ങളും ചെയ്യാൻ പറ്റും. BJP അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. BJP ചിലപ്പോൾ ചെയ്തേക്കാം. BJPയുടെ ഞാൻ പറയുന്ന കേന്ദ്ര നേതൃത്വം അറിഞ്ഞിട്ട് പോലും ആകണമെന്നില്ല. ഇത് പ്രാദേശിക നേതൃത്വമായിരിക്കും ഈ കൃത്രിമത്വം കാണിക്കുന്നത്. ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇലക്ഷനിൽ ഒരു വോട്ട് വരെ പ്രധാനമാണ്, ഓരോ വോട്ടും. അതുകൊണ്ടാണ് നിർബന്ധപൂർവ്വം രോഗശൈലിയിൽ കിടക്കുന്നവരെ വരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നത്. ഓരോ വോട്ടിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചില കൂടുതൽ രേഖകളില്ലാത്ത അല്ലെങ്കിൽ സ്ഥിരതാമസം ഇല്ലാത്തവരെ അവിടെ കൊണ്ടുവന്ന് താൽക്കാലികമായി താമസിപ്പിച്ച് വോട്ടർ ID കാർഡ് ഉണ്ടാക്കി പട്ടികയിൽ പേര് ചേർത്തിരിക്കാം. ഇത് സംശയമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് കണ്ടെത്തിയാൽ അതിനെതിരെ ശിക്ഷാ നടപടികളുണ്ടാവും എന്ന് കരുതി ജയിച്ചയാളെ തോൽപ്പിക്കാനൊന്നും കഴിയില്ല. ഇപ്പം ഭൂരിപക്ഷത്തിൻ്റെ അത്രയും കള്ളവോട്ടുണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. 1,00,000-ലധികം ഭൂരിപക്ഷം കിട്ടി, അത് മുഴുവൻ കള്ളവോട്ടാണ്, വോട്ടർ പട്ടികയിൽ പേര് ചേർത്താമെന്ന് പറയാൻ കഴിയില്ല. അത് പറ്റില്ല. അതൊക്കെ വളരെ കുറച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത് കോടതിയോ അല്ലെങ്കിൽ ആ തെളിവുകളോ ആണ്. അല്ല, പലപ്പോഴും ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് തെളിയിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവില്ല, പറഞ്ഞിട്ടങ്ങ് പോകും. അതാണ് ഒരു പ്രശ്നം. അല്ല, പറഞ്ഞ് സമൂഹത്തിലൊരു ചർച്ചയാക്കി മാറ്റണം. മീഡിയയ്ക്ക് ചർച്ച ചെയ്യാനൊരു വിഷയമാകും. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കൃത്യമായി, ഞാനിപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇത് അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടതാണ്, ഞാൻ ടെലിവിഷൻ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ രേഖകൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ എണ്ണം, കൃത്യമായ രേഖകൾ എല്ലാം കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ രേഖകൾ കൃത്യമായി ഉണ്ടാക്കിയതാണോ എന്നുള്ളത് പിന്നീടാണ് ഞാൻ പറഞ്ഞത്, അത് കോടതി കണ്ടെത്തേണ്ടതാണ്. പക്ഷേ അവിടെ കാണിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം അതിനകത്ത് തോന്നും. നമ്മൾ സാധാരണക്കാർക്ക് കണ്ടോ, ഇയാൾ ഇത്രയും സ്റ്റഡി ചെയ്ത് 6 മാസത്തെ സ്റ്റഡിക്ക് ശേഷമാണ്, റിസർച്ചിന് ശേഷമാണ് ഇത് കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സമയമെടുത്ത് ചെയ്തപ്പോൾ ഇതിൽ യാഥാർത്ഥ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷേ തെളിവുകൾ എന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് അങ്ങ് വിടാനാണോ, എപ്പോഴും ഒരു ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണോ, ഞാൻ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണോ, അതോ യാഥാർത്ഥ്യമാണോ, അത് കോടതി തീരുമാനിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.